ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിമയോട് ആ സത്യം മുകുന്ദൻ വെളിപ്പെടുത്തുമ്പോൾ മഹിമയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. മഹിമ ചോദിക്കുകയാണ്, എന്താ ഈ പറയുന്നത്? എൻ്റെ ചേച്ചി സ്വപ്നയ്ക്കെതിരെ മയക്കുമരുന്ന് വെച്ചിരിക്കേ, എന്താ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ, ആണിടോ, തന്നോടുള്ള പ്രതികാരം ചെയ്യാൻ തൻ്റെ ചേച്ചി ഇറങ്ങിയിരിക്കുന്നു, തൻ്റെ പാതയിലൂടെ തന്നെയാണ് തൻ്റെ ചേച്ചിയുടെ വഴി എന്ന് പറയുന്നത്. അത് കേൾക്കുന്ന മഹിമയ്ക്ക് ഇപ്പോഴും എനിക്ക് എൻ്റെ ചേച്ചിയെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു ഇത് തോന്നുന്നുണ്ട്. തൻ്റെ ചേച്ചിക്ക് എല്ലാം കഴിയൂ, പക്ഷേ തൻ്റെ ചേച്ചി എപ്പോഴും നീതിയുടെ ഭാഗത്തൂടെ പോകണം എന്നുള്ള ആ നിലപാടായിരുന്നു. ഇപ്പോൾ അവൾ പോലീസ് യൂണിഫോം ധരിക്കാത്തത് കൊണ്ട് തന്നെ സ്വപ്നയ്ക്ക് തന്നെ ആദ്യം ഉഗ്രം പണി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്നിങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ മഹിമ ചോദിക്കുകയാണ്, എന്ത് പ്രതീക്ഷ? തൻ്റെ ചേച്ചി തന്നെ ഇറക്കൂടോ? ആ പ്രതീക്ഷ എന്നിൽ വന്നിരിക്കുന്നു. അത് കേട്ടോടെ തന്നെ മഹിമ പറയണേ, എൻ്റെ ചേച്ചി എൻ്റെ നിരപരാധിത്വം തെളിയിക്കും എന്ന് എനിക്കും അറിയാം, പക്ഷേ എൻ്റെ ചേച്ചി എവിടേക്കോ എപ്പോഴും ഗിരിയേട്ടനിൽ വല്ലാതെ ലയിച്ചു പോയി. ഗിരിയേട്ടനോടുള്ള ആ ഒരു സ്നേഹത്തിൽ എൻ്റെ ചേച്ചി പല തെറ്റുകളും കണ്ടില്ലെന്ന് വെക്കുന്നു ചേച്ചിയുടെ ഭയം. അതുകൊണ്ട് എൻ്റെ ചേച്ചിയെ പുറത്തു കൊണ്ടുവരണം. എൻ്റെ ചേച്ചി പഴയതുപോലെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ അച്ഛനെ പോലെ നല്ലൊരു പോലീസുകാരിയെ ആവണം. അതിനെന്ത് ചെയ്യും എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ, വഴിയുണ്ടോ, നമുക്ക് അതിനൊക്കെ ഒരു വഴി തുറന്നു തരും ഈശ്വരൻ. ഇപ്പോൾ തനിക്കൊപ്പം ഇവിടെ കൂട്ടായി സ്വപ്ന വരുന്ന നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവളെ എനിക്ക് കയ്യിൽ കെട്ടട്ടെ. അവളാണ് എന്നെ ഈ ഒരു കോലത്തിലാക്കിയത്. അവൾ എന്നെ വെച്ച് പല കളികളും കളിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വക്കീൽ എപ്പോഴും എന്നോട് പറയാറുണ്ട് അവളെ വിശ്വസിക്കരുതെന്ന്. പക്ഷേ ഞാൻ ഇത്രത്തോളം വിഷമാണെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സെല്ലിൽ അവളെ വരവേൽക്കാൻ പലവരും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എടോ, താൻ വിചാരിക്കുന്നത് പോലെയല്ല ഈ പറയുന്ന സ്വപ്ന ഇവിടെയും നിനക്ക് പണി തരുമോ എന്നാണ് എൻ്റെ പേടി. വക്കീലെ, അതൊന്നുമില്ല, അതൊക്കെ വക്കീലിൻ്റെ തോന്നൽ മാത്രം. എന്നാൽ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് മുകുന്ദൻ, ഞാൻ പോട്ടെ. ഇപ്പോൾ നിനക്ക് മനസ്സിനൊരു ആശ്വാസമായോ? തീർച്ചയായും എനിക്കിപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. എൻ്റെ ചേച്ചി ഞാൻ കുറച്ച് അകത്ത് കിടന്നാലും എൻ്റെ ചേച്ചിയുടെ ധൈര്യമൊക്കെ മുന്നോട്ട് വന്ന് ചേച്ചി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ ഗോപാലിനെയും കൂടി അങ്ങ് തളച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രശ്നങ്ങൾ അത് എനിക്ക് നേരിടാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകുന്ദൻ, എന്നാൽ ശരി, ഞാൻ പോകുന്നു. നീ ഇപ്പോൾ അടുത്ത് പുറത്ത് വരുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ പോകുന്നു. നിൻ്റെ ചേച്ചി തന്നെ നിന്നെ ഇറക്കൂടോ? ആ പ്രതീക്ഷ എന്നിൽ വന്നിരിക്കുന്നു. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി മഹിമ സെല്ലിലോട്ട് ചെല്ലുമ്പോൾ അക്കാമ്മ ചോദിക്കുക, എന്താ മഹിമേ നിൻ്റെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? അതൊക്കെ ഉണ്ടാക്കാമേ, എൻ്റെ ചേച്ചി ഇപ്പോൾ പുലിയല്ല പുപ്പുലിയായിരിക്കുന്നു. അതെന്താടോ? താൻ തൻ്റെ ചേച്ചിയെക്കുറിച്ച് കുറച്ച് മുന്നേ ഒരുപാട് പരാതികൾ പറഞ്ഞതല്ലേ? അതെ, എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഞാൻ പരാതികൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ചേച്ചി ഞാൻ തിരഞ്ഞെടുത്ത അതേ വഴിയിലൂടെ തന്നെ ഇവിടെ ഒരു അതിഥിയെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടോട്ട് ഒരു അതിഥിയെ, അതെ, എൻ്റെ ശത്രുവായ സ്വപ്ന. അവളാണ് ആദ്യം എനിക്ക് കൊലപാതകി എന്ന പേര് എൻ്റെ മേലിലിട്ടത്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവൾ എന്നെ എല്ലാവർക്കും മുന്നിൽ അവളൊരു കൊലപാതകയാക്കി. എന്തിന്? എൻ്റെ ചേച്ചിയുടെ മുന്നിൽ, ഞാൻ അമ്മയായി കാണുന്ന എൻ്റെ ചേച്ചിയുടെ മുന്നിൽ എൻ്റെ ചേച്ചി ഞാൻ ആ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ആ വേദന ഇന്നും എനിക്ക് സഹിക്കില്ല. അമ്മയെപ്പോലെ കാണുന്ന എൻ്റെ ചേച്ചി എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, എന്നോട് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഇന്നും എനിക്കത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതിനെന്താടോ? തൻ്റെ ചേച്ചി തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല. അതെ, എൻ്റെ ചേച്ചി തന്നെ അവളെ എൻ്റെ കൺമുന്നിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് അവൾക്കൊരു വലിയൊരു വിരുന്നൊരുക്കണ്ടേ? തീർച്ചയായും അവൾക്കൊരു വിരുന്നൊരുക്കണം എന്നിങ്ങനെ പറയുന്നു കേട്ടോ അക്കാമയും. അങ്ങനെ അവർ സന്തോഷവതിയാവാണ് രണ്ടുപേരും. പിന്നീടാണെങ്കിലോ മുകുന്ദൻ നേരെ പോകുന്നു ഭാനുവമ്മയുടെ അടുത്തോട്ടാണ്. ഭാനുവമ്മ ചെറിയൊരു പോരുവിളിയൊക്കെ തുടങ്ങിയിട്ടോ. കിട്ടിയ അവസരം പ്രീതിയും മുതലെടുക്കുന്നു. അങ്ങനെ ഭാനുവമ്മ പറയണേ, എന്നാലും എൻ്റെ മഞ്ജു, നിൻ്റെ ഭർത്താവിൻ്റെ അനിയത്തിയല്ലേ ഈ പറയുന്ന സ്വപ്ന, അവളെ ഇത്തരത്തിൽ നീ കൊടുക്കണ്ടായിരുന്നു. അത് കേൾക്കുന്ന പ്രീതിയുടെ സംസാരം വല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ട് മഞ്ജുവിന്. അങ്ങനെ മഞ്ജു പറയണേ, കാര്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട പ്രീതി, ഇത് ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ അനിയത്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ശിക്ഷ നൽകും. അപ്പോൾ ഉടൻ തന്നെ അവിടെ സ്വപ്നയെ നീ എങ്ങനെയെങ്കിലും രക്ഷിക്കും. മഹിമയോട് അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ അവൾ എൻ്റെ മകളാണ്. അവൾ സെല്ലിൽ കിടക്കുമ്പോൾ എൻ്റെ നെഞ്ചാണ് കിടന്ന് ഇടിക്കുന്നത്, അത് മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്നത്, ശരിയാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ നെഞ്ച് കിടന്ന് ഇടിക്കുന്നത് പോലെ തന്നെ എൻ്റെ അനിയത്തി ആ സെല്ലിൽ കിടന്ന് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. എന്തിന്? കൊലപാതകത്തിൻ്റെ അടുത്ത് വരെ അവളെത്തി, മരണത്തിൻ്റെ അടുത്ത്
മരണത്തിൻ്റെ അടുത്ത് വരെ അവളെത്തി. എന്നിട്ട് അവളെ രക്ഷിച്ചത് ഈ പറയുന്ന സെല്ലിലുള്ള ഈ പറയുന്ന ഞാൻ തന്നെയാണ്. അന്ന് എൻ്റെ അനിയത്തിയെ കൊല്ലാൻ ശ്രമിച്ചത് അമ്മയുടെ മകളല്ലെന്ന് ആര് കണ്ടു, അത് പറഞ്ഞയച്ചത് ആര് കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഭാനുവതിയമ്മ നിൽക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ വന്നിരിക്കുന്നു കേട്ടോ. മുകുന്ദനെ കണ്ട ഉടൻ തന്നെ മുകുന്ദ എങ്ങനെയെങ്കിലും എൻ്റെ മോള് സ്വപ്നയെ നീ ഒന്ന് രക്ഷിക്കൂടാ, അവളെ പുറത്തിറക്കാനുള്ള വഴി നോക്കടാ എന്നൊക്കെ പറയുമ്പോൾ അമ്മയെ ഞാൻ എപ്പോഴും അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മയെ പോലെ തന്നെ ഗിരിയുടെ അമ്മയെയും ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അമ്മ പല പ്രാവശ്യം എന്നോടത് പറഞ്ഞിട്ടുണ്ട്, ഞാനും ഗിരിയനും ഏട്ടനനിയന്മാർ പോലെയാണ് എന്ന്. എന്നിട്ട് അമ്മ എന്നോട് ഇത്രയും വലിയ ശത്രുത ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല അമ്മേ. എന്തിനു വേണ്ടിയാണ് എന്നോടിങ്ങനെ ശത്രുത ചെയ്തത്? ഞാനും ഗിരിയും തമ്മിൽ തല്ലുകൂടുമ്പോൾ പോലും അമ്മ ഈ സത്യം എന്നോടെങ്കിലും ഒന്ന് തുറന്ന് പറയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഭാനുവദ്യം ആകെ ഞെട്ടിപ്പോണിട്ടോ. ഇതേ സമയം ഗിരി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഗിരിയെ കാണുന്ന വക്കീൽ പറയുന്നുണ്ട്, മുകുന്ദൻ പറയുന്നുണ്ട്, ഗിരി നിന്നോട് ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു. അത് കേൾക്കുന്ന ഗിരി, ഞാനും നിന്നോട് എൻ്റെ അനിയത്തി ഇങ്ങനെ ഗർഭിണിയാണ്, അവളുടെ കുഞ്ഞിനെ നിൻ്റെ ഭാര്യ കൊന്നു, അതായത് മഹിമ കൊന്നു എന്ന തെറ്റിദ്ധാരണ ഞാനും നിന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തന്നെ നിന്നോട് ഞാൻ ക്ഷമ പറയുന്നു എന്ന് പറയുമ്പോൾ ഭാനുവതി അമ്മ താൻ എന്ത് ചെയ്യുമെന്നുള്ള ആ പ്രതിസന്ധിയിലായിരിക്കുന്നു കേട്ടോ. ഇതേ സമയം കോടതി വിധിച്ചിരിക്കുന്നു സെല്ലിലോട്ട് പോവാൻ. അങ്ങനെ സ്വപ്ന വന്നിരിക്കുന്നു. സ്വപ്നയാണെങ്കിലോ ഈശ്വര എനിക്കത് ആലോചിക്കാനേ വയ്യ. അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട്, ബേബി നീ പേടിക്കണ്ട, ബേബിക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ അവിടെ ചെയ്തു തരും, ബേബി ധൈര്യത്തോട് കൂടി പോയിക്കോളും, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നിനക്ക് ജാമ്യം എടുക്കും, ഇപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത ജാമ്യത്തിൽ നീ ഇറങ്ങി അടുത്ത കോടതി കൂട്ടിൽ കയറുമ്പോൾ നീ ഇറങ്ങിയിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു വാക്കുകൾ പറഞ്ഞ് പ്രതീക്ഷയോടുകൂടി സ്വപ്നയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം കേട്ടോ. സ്വപ്നക്കാണെങ്കിലോ ഈശ്വര ഇനി അവളുടെ മുന്നിലോട്ട് ഞാൻ പോണ്ടേ. അങ്ങനെ സ്വപ്ന കയറി വരുമ്പോൾ തന്നെ നിർമ്മല പറയുന്നുണ്ട്, ഇവിടുത്തേതായ റൂളുണ്ട്, തട്ടിപ്പും വെട്ടിപ്പും ആര് ചെയ്ത് വന്നാലും ഇവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് താൻ നിന്ന തനിക്ക് നന്ദി എന്നുള്ള ആ ഭീഷണി പറയുമ്പോൾ ഉടൻ തന്നെ ഓക്കെ മേഡം എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ സ്വപ്ന അക്കാമ്മ ആ സെല്ലിലുള്ള എല്ലാവരും മഹിമ ആ സെല്ലിലുള്ള എല്ലാവരും ഇങ്ങനെ സ്വപ്നയെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ സ്വപ്ന പേടിയോടുകൂടി, ആഹാ നീ എനിക്ക് പിന്നാലെ ഇത്ര പെട്ടെന്ന് എൻ്റെ അരികത്തോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ചേച്ചി ആള് നിസ്സാരക്കാരിയല്ല എന്ന് എനിക്കും അറിയാം, പക്ഷേ എൻ്റെ ചേച്ചിക്ക് എപ്പോഴേക്കോ സ്വന്തം കാര്യം എന്ന ചിന്താഗതി വന്നുപോയി, അതുകൊണ്ട് നീ അതിലൊക്കെ കുറച്ച് വിളച്ചിലെടുത്തു, എന്നാലും കുഴപ്പമില്ല, എൻ്റെ അടുത്ത് നീ എത്തിയല്ലോ, ഇനി മോളെ നിനക്ക് ഇവിടുന്ന് അങ്ങ് സ്വീകരണം ഞങ്ങൾ തരാം, എന്താ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അക്കാമ്മ പറയും, മഹിമേ അവൾ വന്നിട്ടല്ലേ ഉള്ളൂ, അവൾക്ക് കൊടുക്കാൻ നമുക്ക് സമയമുണ്ട് എല്ലാത്തിനും, മഹിമ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്. അപ്പോഴേക്കും നിർമ്മല മഹിമയെ വിളിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് മഹിമയോട് പറയാണ്, നിൻ്റെ ചേച്ചി നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് മഹിമയെ നിൻ്റെ ചേച്ചി, നീ നിൻ്റെ ചേച്ചിയോടുള്ള വിരോധമൊക്കെ കളയണം, അവരൊരു പാവമാണ്, അവരിപ്പോൾ പോലീസിൽ നിന്നും പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്, ഇനി രാജിവെക്കുക എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് നിന്നെ ഈ സെല്ലിൽ അടച്ചതിൻ്റെ ആ ഒരു കുറ്റബോധമാണ്. ആ തെറ്റിദ്ധാരണ നീ മാറ്റി അവളെ ഇനിയും പോലീസിൽ കൊണ്ടുവരണം, അവളെപ്പോലെയുള്ള ഒരാളാണ് ഈ പോലീസിൽ വേണ്ടത്, കാരണം പലതും തെളിയിക്കാൻ അവളെ കൊണ്ട് കഴിയും, നിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിൻ്റെ ചേച്ചിക്ക് കഴിയും, അതിന് നീ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ പതിയെ വന്നിരിക്കുന്നു കേട്ടോ സ്വപ്ന. ഒരു വലിയൊരു മുണ്ടമടി എടുത്തിട്ട്, ഈശ്വര ഇവളെ ഒന്ന് കൊന്നു കിട്ടണം എനിക്ക്, ഇവളെ ഒന്ന് ഈ സമയം ഇവളെ തലക്കടിച്ച് ഇതോടുകൂടി ഇവൾ മരിച്ചെങ്കിൽ എനിക്ക് രക്ഷപ്പെടായിരുന്നു ഇവിടെ നിന്ന്, ഇവളുള്ളടത്ത് എനിക്ക് നിൽക്കാൻ കഴിയില്ല, എല്ലാവരും ഇവളുടെ ഒപ്പമാണെങ്കിൽ ഇവിടെ എനിക്ക് പീഡനം തന്നെയായിരിക്കും, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വടിയെടുത്ത് മഹിമയുടെ തലയൊക്കെ അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പിറകിൽ മഹിമയെ ഒരൊറ്റ ഒന്നും ഒരൊറ്റ ചവിട്ട് സ്വപ്നയും ചവിട്ടുന്ന ആ രംഗം ശബ്ദം കേട്ട് നിർമ്മല തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അക്കാമ്മ കാണാൻ സ്വപ്നയെ ഒരൊറ്റ ചവിട്ട് മഹിമയെ അടികിട്ടാതിരിക്കാൻ മഹിമയെ അങ്ങ് തള്ളുന്നതും. ഇതോടുകൂടി അക്കാമ്മ എൻ്റെ സെല്ലിൽ വന്ന് നീ ഇവിടെയുള്ളവളെ, അതെ എൻ്റെ മോളെ നീ തൊടാൻ ശ്രമിക്കുന്നോടി, നീ എന്തടി വിചാരിച്ചത്, നീ ഗോപാലൻ്റെ മരുമകൾ ആയതെങ്ങനെ, തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത ഗർഭവും പറഞ്ഞല്ലേ നീ ആയത് എന്ന് പറയുമ്പോൾ സ്വപ്നം ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സെല്ലിലോട്ട് പോകുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, എടാ നീ ഇവളെ ബേബി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നടക്കുന്നുണ്ടല്ലോ, ഈ ബേബിയുടെ യഥാർത്ഥ മുഖം പുറത്തോട്ട് വലിച്ചു വരുന്ന ഒരു ദിവസം നിനക്ക് മുന്നിലും വരുവടാ, അന്ന് നീ ഇവളെ ബേബി എന്നല്ല വിളിക്കുക,
നീ അന്ന് ഇവളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും, നിന്നോട് ചെയ്ത ചതി. എന്നോട് ഇവൾ എന്ത് ചതിയാണ് ചെയ്തത് എന്നിങ്ങനെ സഞ്ജയ് പറയുമ്പോൾ അതൊക്കെ വഴി അറിഞ്ഞോളും, ഞാനായിട്ടൊന്നും പറയുന്നില്ല. അപ്പം സ്വപ്നയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സ്വപ്നെ അവൻ പറയുന്നത്? എൻ്റെ സഞ്ജുട്ട, അവർ മനഃപൂർവ്വം എന്നെ കുടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇവിടെ ഗോപാൽജിയെ തകർക്കാൻ വേണ്ടി എന്നെ ആയുധമാക്കി എടുത്തിരിക്കുകയാണ്. ഇത് ശാലിനിയും കൂടി ചേർന്നിട്ടാണോ എന്നായിരുന്നു എൻ്റെ തോന്നൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ മഹിമയെ പലതും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് സഞ്ജുവിനെ സഞ്ജുവേട്ടനെ അറിയാലോ, എന്തൊക്കെ പറഞ്ഞിട്ട് സഞ്ജുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് കേട്ടോ.